എങ്ങനെ മറികടക്കും? ഇത് സിനിമാ മേഖലയിലെ എങ്ങനെ ബാധിക്കും? സൂപ്പർ സ്റ്റാറുകളെ എങ്ങനെ ബാധിക്കും? അറിയില്ല. എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം. പരിതാപകരമല്ല സംഘടന ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നല്ലേ കാണിക്കുന്നത്? തീർച്ചയായിട്ടും അതെ, വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പുറകെ വന്ന എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നത്? മുകേഷിന്റെ പേര് വന്ന്, അതേപോലെ റിയാസ് ഖാന്റെ പേര് വന്ന്, ഇടയ്ക്ക് ജയസൂര്യയുടെ പേര് വന്നായിരുന്നു. പിന്നെ ജയസൂര്യ അല്ല എന്ന് പറഞ്ഞ, അതേപോലെ ഇപ്പൊ നമ്മുടെ മോഹൻലാൽ രാജിവെക്കുന്ന അമ്മയുടെ ആ ഒരു സ്ഥാനത്ത് നിന്ന്, അതേപോലെ ഇടവേള ബാബുവിനെതിരെ പല ആരോപണങ്ങൾ, അങ്ങനെ പല പല ഉന്നതന്മാർക്കെതിരെയും ആരോപണങ്ങൾ വന്നിട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പൃഥ്വിരാജ് ഒരു പ്രസ് മീറ്റിനകത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് പുള്ളിക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. നമ്മുടെ പൃഥ്വിരാജ് ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് അത് റിയാക്ട് ചെയ്യാറുണ്ട് അതിനെതിരെ. അപ്പൊ ആ ഒരു ഇതിന്റെ ഭാഗമായിട്ട് പൃഥ്വിരാജിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ നമുക്കൊന്ന് കേട്ടോക്കാം. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് ഒരു 2 ദിവസങ്ങൾക്ക് മുൻപോ മറ്റോ ആണ് ഇന്ന് ഈ ചടങ്ങിന്റെ നടപടിക്രമങ്ങൾ, ഇതിന്റെ ഇവന്റ് ഫ്ലോ എന്താണ് എന്ന് ഇതിന്റെ സംഘാടകർ തീരുമാനിച്ചത്. അപ്പൊ അന്ന് തന്നെ പ്രസ്സുമായിട്ട് ഇതുപോലൊരു കൂടിക്കാഴ്ചയുണ്ട് എന്ന് തീരുമാനിച്ചിരുന്നു. റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ പ്രസ് മീറ്റിൽ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും എന്നെനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആദ്യം ഞാൻ സംഘാടകരോട് പറഞ്ഞത്, ഫോഴ്സ കൊച്ചിയുടെ പ്രസ് മീറ്റ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് അവസരമുണ്ടാകണം, ഉത്തരം പറയാൻ എനിക്ക് സമയവും ഉണ്ടാകണം. അതിനുശേഷമേ അടുത്ത പരിപാടി ഷെഡ്യൂൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. ചോദിച്ചോളൂ. ഇന്നിങ്ങനൊരു പ്രസ് മീറ്റ് ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു ജനറിക്കായ ഒരു സോഷ്യൽ മീഡിയ സ്റ്റേറ്റ്മെന്റിലൂടെ പ്രതികരിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത്. ഗോ ഓൺ. ആദ്യം തന്നെ ഞാൻ ഒരു കയ്യടി ഞാൻ കൊടുക്കട്ടെ. കാര്യം മലയാളത്തിൽ വേറെ ഏത് നടൻ പറയും ഇങ്ങനെ? ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും ആ ഒരു പ്രശ്നത്തിനെ പറ്റി എന്തെങ്കിലും ഒരാളോട് ചോദിക്കുമ്പോഴത്തേക്കും മാക്സിമം എല്ലാ നടന്മാരും ഒഴിഞ്ഞു മാറി പോകാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഓടിക്കളയാനോ ആയിരിക്കും ശ്രമിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു നടൻ, ഒരു മലയാളം നടൻ വന്നിട്ട് പറയണേണ് എൻ്റെ പ്രസ് മീറ്റ്, അതായത് ഞാൻ എന്തിനാണ് ഇവിടെ വന്നേക്കുന്നത്, അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ഒരു വിഷയത്തിനെ പറ്റി ചർച്ച ചെയ്യണം നിങ്ങളോട്. കാര്യം എൻ്റെ മറുപടി അല്ലെങ്കിൽ എൻ്റെ എന്താണോ നിലപാട് അതെനിക്ക് നിങ്ങളോട് പറയണം എന്ന് ഒരു നടൻ പറഞ്ഞിരിക്കുന്നത്. കാര്യം അപ്പൊ ഒരു മലയാളം നടൻ എന്ന് പറയാൻ തന്നെ എനിക്കൊരു അഭിമാനം തോന്നുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ. അപ്പൊ നമ്മൾ ബാക്കിയും കൂടെ കണ്ടു. സിനിമാ മേഖല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർച്ചയായിട്ട് വിക്കറ്റുകൾ ഓരോന്നായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ എങ്ങനെ മറികടക്കും? ഇത് സിനിമാ മേഖലയിലെ എങ്ങനെ ബാധിക്കും? സൂപ്പർ സ്റ്റാറുകളെ എങ്ങനെ ബാധിക്കും? അറിയില്ല. എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം. ഇത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം. അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ പലരും കുറ്റാരോപണവരയക്കുന്നത് അവരവരുടെ കൂട്ടുകാരായതുകൊണ്ട് തന്നെ, അയ്യോ എൻ്റെ കൂട്ടുകാരൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടാവൂല, ഈ ആരോപണപ്പെടുത്തുന്ന ആൾക്കെതിരെയാണ് അവർ വെറുതെ കള്ള അലിഗേഷൻ ആണ് കൊടുക്കുന്നത് എന്നൊക്കെ ഇവിടെ പലരും പറയുന്ന സാഹചര്യത്തിലാണ് പൃഥ്വിരാജ് പറയുന്നത്. അതായത് ഈ ഒരു ആരോപണങ്ങൾ ഉണ്ടായേക്കുന്ന ആൾക്കാർക്ക് ആ ഒരു കേസ് തെളിയുകയാണെങ്കിൽ അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണമെന്ന് തന്നെയാണ് പുള്ളി പറയുന്നത്. അല്ലാണ്ട് ഇപ്പൊ അവരൊക്കെ എൻ്റെ സഹപ്രവർത്തകരാണ്, അതുകൊണ്ട് അവർക്കൊന്നും അങ്ങനെ അവരോടൊരു സോഫ്റ്റ് കോർണർ വെച്ചിട്ടല്ല പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. എന്താണോ പറയുന്നത് അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പുള്ളിക്കാരൻ അങ്ങ് വെട്ടി തുറന്ന് പറയുന്നതാണ്. ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് എനിക്ക് പൃഥ്വിരാജിന്റെ ഭയങ്കര ഇഷ്ടം. അത് ബാക്കി നോക്കാം. വിക്ടിമുകളുടെ പേരുകളല്ല, ഇന്നവർ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ വേട്ടക്കാരന്റെ പേര് പറയുന്നുണ്ട്. വേട്ടക്കാരനാണെന്ന് പോലും അറിയത്തില്ല, പക്ഷെ അയാൾ അനുഭവിക്കുന്ന പ്രഷർ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അപ്പം അത് അങ്ങനെ ഒരു പ്രോസസ്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ എല്ലാ കാര്യമുള്ളൂ. അല്ലെങ്കിൽ അയാളുടെ ജോലി, അയാളുടെ പ്രൊഫഷൻ, അയാളുടെ കുടുംബം എല്ലാം ഒരു സൈഡിൽ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ഒരു പ്രോസസ്സ് ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതാണല്ലോ ഈ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുശാസിക്കുന്ന പ്രോസസ്സ്. അതാണ് ഞാൻ പറഞ്ഞ, ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാകണം. അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണം. ഇനി അതല്ല, അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. എനിക്ക് നമ്മുടെ നിയമത്തിനകത്തുള്ള ഒരു ലൂപ്പ് ഹോളായിട്ട് തോന്നിയേക്കുന്ന ഒരു കാര്യമാണ്. കാര്യം ഇപ്പോൾ ഒരു ആരോപണം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ആ ആരോപിച്ച ആള്, അതായത് ഏതാണോ ഇപ്പോൾ ഒരു വിക്ടിം ആരാണോ അയാളുടെ പേര് പുറത്ത് പറയില്ല. അന്ന് ആർക്കെതിരെയാണോ ആ ആരോപണം വന്നേക്കുന്നത് അയാളുടെ പേര് അപ്പം തന്നെ പുറത്ത് പറയുകയും ചെയ്യും. ഇപ്പോൾ ഒരു സ്ത്രീ വിഷയം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റേപ്പ് കേസ് അതേപോലത്തെ എന്തെങ്കിലുമൊക്കെ കേസാണെങ്കിൽ ആ ഒരാളെ കുറ്റക്കാരനാണെന്ന് അപ്പോഴേ മീഡിയയും അതേപോലെ ആൾക്കാരൊക്കെ കൂടെ അങ്ങ് തീരുമാനിച്ചു കളയും. ആ ഒരു ആലിഗേഷൻ വരുമ്പോൾ തന്നെ അയാളുടെ ലൈഫും പോയി, അയാളുടെ ജീവിതവും പോയി, എല്ലാം പോയി,
താറുമാറായിട്ടുള്ള ഒരു അവസ്ഥയായിട്ടുണ്ടാവും. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സപ്പോസ് അയാളല്ല കുറ്റക്കാരെന്ന് തെളിയുകയാണെങ്കിലും അയാളെ തന്നെയായിരിക്കും സമൂഹം എപ്പോഴും അവൻ ആ കേസിനകത്ത് വന്നത്, അപ്പൊ അവൻ ആ ഒരു കുറ്റക്കാരനാണെന്നുള്ള രീതിക്ക് തന്നെയായിരിക്കും പിന്നെ സമൂഹം അയാളെ കാണുന്നത്. അപ്പൊ ഈ ഒരു സംഭവം എനിക്ക് പലപ്പോഴും ആ ഒരു നിയമത്തിനോട് എനിക്ക് അത്ര ഇതില്ല. ഇപ്പൊ ഒരു കുറ്റാരോപണം ഒരാൾക്കെതിരെ വരികയാണെങ്കിൽ ആ വിക്ടിമിന്റെ പേര് പോലെ തന്നെ ആ ഒരു കേസ് തെളിയുന്ന വരെ ആർക്കെതിരെയാണ് അലിഗേഷൻ വന്നേക്കുന്നത് അയാളുടെ പേരും പുറത്ത് വിടരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാര്യം അല്ലെങ്കിൽ ഇപ്പൊ വിക്ടിമിന്റെ പേര് പുറത്ത് വിടാണ്ടിരിക്കുന്നതിന് നമുക്ക് പറയാം. അതേപോലെ തന്നെ നമ്മൾ പരിഗണിക്കേണ്ട ഒരാളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള്. അയാൾ കുറ്റക്കാരനാണെന്ന് തെളിയുന്ന വരെ നമ്മൾ ആ ഒരു പരിഗണന കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് ബാക്കിയും കൂടെ കണ്ടുനോക്കാം. അപ്പൊ ഈ പൃഥ്വിരാജ് ആ ഒരു വിഷയത്തിനകത്ത് പറയണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു കേസ് തെളിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ ആരാണോ ഇപ്പൊ ഈ വിക്ടിം ഒരു കള്ളക്കേസ് കൊടുത്തതാണെങ്കിൽ ഈ വിക്ടിമിനെതിരെയും ഒരു നിയമത്തിന് ഒരു നടപടി എടുക്കണം എന്നാണ് പൃഥ്വിരാജ് പറയുന്നത്. അപ്പൊ അതും ഒരു നല്ലൊരു കാര്യം തന്നെ. ബാക്കി ഉണ്ടോ? താങ്കളുടെ സഹപ്രവർത്തകർക്ക് ഒരു വലിയ അപകടം സംഭവിക്കുന്നുണ്ടായി. നമ്മളെല്ലാവരും അവർക്കൊപ്പം നിന്നതാണ്. അന്ന് താങ്കൾ പ്രതിദാനം ചെയ്യുന്ന സംഘടനയായ അമ്മ അന്ന് വലിയ വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് അതിൽ കാര്യമായ ഫോളോ അപ്പ് ഉണ്ടായില്ല. വീണ്ടും അമ്മയിൽ പരാതികൾ വരുന്നു. ആ പരാതികൾ അവിടെ ആരും തുറന്നു നോക്കാത്ത ഇമെയിലായി കിടക്കുന്നുണ്ട്. സംഘടനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ താങ്കളുടെ കൂടെ അഭിനയിച്ച ഒരു സ്ത്രീ ഇന്ന് അവരുടെ പേര് ഞാൻ പറയുന്നില്ല, അവരിന്ന് വർഷങ്ങൾക്ക് മുമ്പ് താൻ അയച്ച ഇമെയിൽ അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നു. ഇതൊക്കെ വളരെ പരിതാപകരമല്ല? സംഘടന ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നല്ലേ കാണിക്കുന്നത്? തീർച്ചയായിട്ടും അതെ, വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്റെ പൊന്നു, ഇപ്പൊ നമ്മൾ നിൽക്കുന്ന അതായത് പുള്ളി നിൽക്കുന്ന ആ ഒരു സംഘടനയുടെ ഭാഗത്തു നിന്നൊരു വീഴ്ച വന്നിട്ടുണ്ടെന്ന് ഓപ്പണായിട്ട് പറയുന്നതാണ്. പുള്ളി ആ ഒരു സംഘടനകത്ത് നിന്നിട്ട് തന്നെ പുള്ളി പറയുന്നതാണ് ഞങ്ങളുടെ ഈ ഒരു സംഘടനകത്തു നിന്ന് വീഴ്ച വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ നടിയെ ആക്രമിച്ച ആ ഒരു കേസിന്റെ സംഭവമാണ് ആ പുള്ളിക്കാരൻ ചോദിച്ചത്. അപ്പൊ പുള്ളി ഓപ്പണായിട്ട് അങ്ങ് പറയണതാണ് അതിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടുണ്ട്. കാര്യം ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെന്ന് തന്നെ പറയണം. അല്ലാണ്ട് അതിനകത്ത് കടന്ന് ഉരുണ്ടും മരണഞ്ഞിട്ട് ന്യായീകരിച്ചിട്ടുണ്ട് എന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ബാക്കിയുണ്ടോ? ഇപ്പോൾ അമ്മ നടി ആക്രമിച്ച സമയത്ത് അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പിഴവ് തിരുത്തിയത് താങ്കൾ ഉൾപ്പെടെ 4-5 പേർ ശക്തമായ നിലപാടെടുത്തത് കൊണ്ടാണ്. അതുപോലെ അമ്മോൾ ഇപ്പോൾ ശക്തമായ നിലപാടെടുക്കാതിരിക്കുകയും ആലോചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് തരത്തിലുള്ള ഇടപെടലാണ് തുടർന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത്? എന്ത് നിലപാടാണ് എൻ്റേതെന്ന് ഞാൻ വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും എൻ്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ്? എൻ്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ വർക്ക് സ്പേസ് ആണ്. ഞാൻ സുരക്ഷിതമാക്കാം എന്നെനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ്. പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും, അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം. അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം. ഞാനിതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എൻ്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം. എൻ്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പ്രൈം ടൈമിൻ്റെ ഒരു ഹെഡ്ലൈൻ കണ്ടെത്തുന്നതിലോ ഇന്നത്തെ ടൈം ലൈനുകളിലെ ഒരു ക്ലിക്ക് ബെയ്റ്റ് കണ്ടെത്തുന്നതിലോ നിങ്ങളുടെയും ഉത്തരവാദിത്വം തീരുന്നില്ല. നമ്മൾ രണ്ടുപേരും ഇതിൽ ഈക്വലി ഇൻവെസ്റ്റഡ് ആകണം, അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? പുള്ളി ഈ പറഞ്ഞതൊരു വാലിഡ് പോയിന്റ് ആണ്. കാര്യം ഇവിടെ പല നടന്മാരും അവനവന്റെ സൈഡ് ന്യായീകരിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് നടന്നിട്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇവിടെ ഒരു നടൻ പറയുന്നത് കാര്യം നിങ്ങളുടെ സൈഡ് മാത്രം ന്യായീകരിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ ബാക്കിയുള്ള ഈ ഒരു വിഷയത്തിനൊക്കെ എന്താണ് പ്രതിവിധി എന്നും കൂടെ നിങ്ങളൊന്ന് ആലോചിക്കണം എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതും എന്തായാലും വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ എന്താണ് ഈ ഒരു വീഡിയോ നിങ്ങൾ പക്ക ഫുള്ളായിട്ടൊന്ന് കണ്ടുപോകാൻ ശ്രമിക്കട്ടെ. കാര്യം പുള്ളി പറയുന്ന ഓരോ കാര്യങ്ങളാണെങ്കിലും ഏകദേശം 20 മിനിറ്റോളമൊക്കെ ഉണ്ട് ആ ഒരു സംഭവം. അപ്പം ഏഷ്യാൻ ന്യൂസിനകത്താണ് ആ ഒരു വീഡിയോ വന്നേക്കുന്നത്. നിങ്ങളത് പ്രസ് കോൺഫറൻസ് ഒന്ന് മൊത്തമായിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെ കാണിച്ചോണ്ട് വീഡിയോ കാണുന്നവർക്ക് ടാറ്റ ബൈ ബൈ. സീ യു.